സുഹൃത്തെ, നിങ്ങൾ കമൻ്റ് ഒന്ന് നോക്കിയേ. ഭർത്താവ് തീരെ വിലയില്ലാത്തതുപോലെ കാണുന്നത് കൊണ്ട് ജീവിതം തന്നെ മടുത്തു പോയതുപോലുള്ളൊരവസ്ഥ. ഇത് വേറൊരു ഭർത്താവിൻ്റെ കേസിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരാണെങ്കിലും അവർ നിങ്ങളോട് ഒരു മേധാവിത്വത്തോടു കൂടി, ഒരു സുപ്പീരിയോറിറ്റി പവറോടുകൂടി നിങ്ങളെങ്ങനെ ഭരിക്കുന്ന രീതിയിൽ സമീപനമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ഈ രീതിയിലൊരു മടുപ്പ് വരാനുണ്ട്. ഈ ഒരു മടുപ്പ് നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കാൻ ടൈമായി എന്നുള്ളതാണ് മീനിങ്. കുറച്ചൊരു നാർസിസ്റ്റിക് സ്വഭാവം ഉള്ളിലുള്ള ഏതൊരാൾക്കും തോന്നുന്നൊരു കാര്യമാണ്, ഇയാളെ എൻ്റെ ഒരു അടിമയെ പോലെ കിട്ടണം, ഇയാളുടെ കഴിവുകളൊക്കെ ഇല്ലാതാക്കി എൻ്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ ഇയാളെ കിട്ടണം. നിങ്ങളിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളും പൊട്ടൻഷ്യലും ഒക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, ഇത്തരക്കാർ ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വിഷമം കാണുമ്പോൾ അവർക്കൊരു സുഖം, ഇയാൾക്ക് എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് അയാളുടെ പാരമ്പര്യം കൊണ്ട് സംഭവിച്ചു പോയ ഒരു വീക്ക്നെസ്സാണ്. അയാളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ഒരുപാട് കൗൺസിലിങ്ങുകളും തിരിച്ചറിവുകളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും ഡിഫറൻ്റ് ആകുമ്പോൾ അവരുടെ കുറച്ച് ക്വാളിറ്റികൾ ഇയാളിലേക്ക് വരികയും ഇയാൾ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ വിക്ടിം ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ മാനേജറൊക്കെ ആ ഒരു മൈൻഡുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് അയാൾക്ക് കൊടുക്കുന്ന ഭയത്തിൻ്റെ വില കുറയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അയാളുടെ വിക്ടിം അല്ലാതാവുന്നുള്ളൂ. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് കുറച്ച് സൊല്യൂഷൻസ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു സുഹൃത്തിനെ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ സുഹൃത്ത് നിങ്ങളെക്കാൾ ആറ്റിറ്റ്യൂഡുള്ള, നിങ്ങളെക്കാൾ ഹാപ്പിനെസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് നിങ്ങളൊന്നും ഒരു വിഷയമല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ മൈൻഡിലേക്ക് വരിക, അവന് കുറച്ച് വിചാരം അധികമാണ്, അവനെന്തോ ഒരു അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവൾ നമ്മളുടെ കൂടെ നിന്ന് കൂട്ടാൻ പറ്റിയ ഒരാളല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇയാളെ കഴിയുന്നതും ഒഴിവാക്കി നിർത്താൻ നോക്കും. അതായിരിക്കും ബെറ്റർ എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. എന്നാൽ ഈ വ്യക്തിയുടെ കൂടെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഓപ്ഷനുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ കുറച്ച് സ്വഭാവങ്ങൾ നിങ്ങളിലേക്കും വരും, നിങ്ങളുടെ കുറച്ച് സ്വഭാവങ്ങൾ അയാളിലേക്കും വരും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 1 ഇയർ കൊണ്ട് അയാളെ എൻ്റെ അടിമയാക്കണം. ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ അയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് നല്ലൊരു ഫ്രണ്ടാക്കി കൂടെ കൊണ്ട് നടന്ന് അയാളുടെ കഴിവുകളൊക്കെ ഇല്ലാതാക്കി പതിയെ പതിയെ അയാളെ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാക്കി അയാളുടെ ബന്ധങ്ങളൊക്കെ കുറച്ച് അയാൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുത്ത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിപ്പിച്ച് പല റെസ്പോൺസിബിലിറ്റികളും നിങ്ങളിലേക്ക് തന്ന് അവസാനം നിങ്ങളെന്തോ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഭയമാണെന്നുള്ള ചിന്ത അയാളിലേക്ക് നിങ്ങൾ ജനിപ്പിക്കും. അപ്പോഴായിരിക്കും അയാൾ ചിന്തിക്കുക, എനിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയേ. ഈ ചിന്ത വരുമ്പോഴേക്കും അയാൾ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ലെവലിൽ ഡൗൺ ആയി പോയിട്ടുണ്ടാവും. ആ ഭയമാണ് പിന്നെ അയാളെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ ഇയാൾക്ക് വേണ്ടി മുഴുവനായിട്ട് മാറിയിട്ട് ഇപ്പോൾ ഞാൻ ഒന്നുമല്ലാതായിരിക്കുകയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ അയാളെ കൊണ്ടു ചെന്നെത്തിക്കും. കഴിയുന്നത്ര കളവുകളും വിശ്വാസവഞ്ചനകളും നടത്തിയിട്ടായിരിക്കും ഒരാളെ ഇങ്ങനെ ആക്കി തീർത്തത്. ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്കും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം സ്നേഹിച്ച് കൂടെ നടന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഭയമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ പെട്ടത് നിങ്ങളാണെങ്കിൽ 2-3 വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ പഴയ കാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ വളരെ എനർജറ്റിക്കായിട്ട് ആരെയും പേടിക്കാതെ ഫ്രീഡത്തോടെ ഓടി നടന്ന ഒരു നിങ്ങളെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പലയിടത്തും നിന്ന് കൊടുത്തതായിട്ട്, അയാൾക്ക് വേണ്ടി നിന്ന് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നും. എനിക്ക് ഇയാളെ ഇങ്ങനെ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവസാനം അവരെ ഒന്നും അല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ രക്ഷപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കൊണ്ടുവന്നാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു നാർസിസ്റ്റിൻ്റെ പിടിയിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാനത് ഓരോന്നായിട്ട് പോയിൻ്റായിട്ട് പറയാം. ഇവിടെ മുതലാണ് നമ്മളുടെ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചത്, നിങ്ങളുടെ കഴിവുകളും പൊട്ടൻഷ്യലും ക്യാരക്ടറും എല്ലാം ഒരു പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ അയാൾ നിങ്ങൾ പോലും അറിയാതെ പതിയെ പതിയെ നിങ്ങളിങ്ങനെ മാറ്റിയെടുത്തുകൊണ്ട് അയാളുടെ ഇഷ്ടത്തിന് നിങ്ങളെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുണ്ടായത്. അയാളുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അയാൾ വിചാരിക്കുന്നത് പോലെ കൂടെ കിട്ടണം. അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി വേണമെന്നോ നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ഒരാളായിരിക്കണമെന്നോ എന്നൊന്നും ഉണ്ടാവില്ല.
പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് അയാൾ പതിയെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെങ്ങനെ മാറ്റുകയാണ്. അപ്പോഴേക്കും ഈ കഴിവുകളും അറിവുകളൊക്കെ ചിലപ്പോൾ ഒന്നും അല്ലാതായി പോയിട്ടുണ്ടാവും. അയാൾ തുടക്കത്തിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും, പിന്നെ അയാൾ അതിനെ താഴ്ത്തി കെട്ടി പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് സത്യമാണെന്ന്. ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൽ വീണ് പോകുന്നത് കൊണ്ടാണ് പലരും ഇത്തരക്കാരുടെ അടിമയായി പോകുന്നത്. സുഹൃത്തെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിനെ വിട്ട് കളിക്കാൻ നിങ്ങൾ എവിടെ പോയാലും തയ്യാറാവരുത് എന്നാണ്. അതിപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങളുടെ ആ ക്യാരക്ടറിനെ മൊത്തം നിങ്ങൾ അവരുടെ ഇഷ്ടം പോലെ നിങ്ങൾ മാറ്റിക്കളയരുത്. അങ്ങനെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുമ്പോഴാണ് തുടക്കം മുതൽ നിങ്ങളുടെ വില ഇടിഞ്ഞു പോകുന്നത്. അവരാഗ്രഹിച്ച കാര്യം അവിടെ നടക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത രീതിയിൽ ഒരു പ്രഷറിൻ്റെ പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പോലുള്ള ഒരു വ്യക്തിയായിട്ട് മാറിപ്പോകുന്നു. അപ്പോൾ ഈ നാർസിസ്റ്റുകളുടെ വിക്റ്റിമായി പോവാത്ത ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ ക്യാരക്ടറിനെ അവർ വിട്ട് കളിക്കില്ല, അവരുടെ ബന്ധങ്ങളെ അവർ കുറയ്ക്കാൻ നിൽക്കില്ല, അവരുടെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അവരുടെ അറിവുകൾ അവരിങ്ങനെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഇതിനെ ആരൊക്കെ താഴ്ത്തിക്കെട്ടാൻ നോക്കിക്കഴിഞ്ഞാലും ഇതൊന്നും നിങ്ങളുടെ ബിസിനസ് അല്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ഭരിക്കാൻ വരുന്ന ആൾ എന്നിലേക്കൊരു ഭയം നിർമ്മിക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോഴേക്കും ഇവർ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇവർ ആ ഒന്നാമത്തെ വിക്ടിമിനെ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ആ ഭയം നിർമ്മിക്കാനോ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാനോ ഇവർ സമ്മതിക്കില്ല. സുഹൃത്തെ, നിങ്ങൾ ഒരു ഭാര്യയോ ഭർത്താവോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഡൈവേഴ്സിറ്റിയാണ്. ആളുകളെ കാണാൻ ചിലപ്പോൾ ഒരുപോലെ ഉണ്ടാവും, പക്ഷേ മൂല്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ പേയ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് നിങ്ങളൊരു മാർക്കറ്റ് കൊണ്ടുകൊടുത്താൽ ചിലപ്പോൾ ആർക്കും വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് മുല്ലപ്പൂക്കൾ അതുപോലെ തന്നെ കൊണ്ടുപോയി നോക്കൂ, നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. രണ്ടും പൂക്കൾ തന്നെയാണ് അല്ലേ, പക്ഷേ മൂല്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഭാര്യയെ കിട്ടണം എന്ന് വിചാരിക്കുന്നത്, അത് നിങ്ങൾ അവരിലേക്കൊരു പ്രഷർ കൊടുത്തുകൊണ്ട് അവിടെ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കഴിവുകളെ അടിച്ചമർത്തി വിലയില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കിട്ടണം എന്ന് വിചാരിക്കാൻ പാടില്ല. ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളിലുമുള്ള ഡൈവേഴ്സിറ്റിയിൽ അത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഭരിക്കുന്ന ആളുകളുടെ വിക്റ്റിമായി പോവാതിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും ഡിഫറൻ്റാണ്, എനിക്ക് എൻ്റേതായ കഴിവുകളുണ്ട്, ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, ഞാനൊരു വിവരമില്ലാത്ത ആളൊന്നുമല്ല, ഞാൻ ഒരു കഥയില്ലാത്ത ഒരാളൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഒരാളുടെ അടിമയാവുന്നത്? ഈ ചിന്ത തുടക്കം മുതൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഇനി ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ഒരു ഭരിക്കുന്ന ടെൻഡൻസി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കാതെ തുടക്കം മുതലേ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറയാലോ, എനിക്ക് ഈ രീതിയിലുള്ള ഭരിക്കലൊന്നും ഇഷ്ടമല്ല, നിങ്ങളെപ്പോലെ തന്നെയുള്ള കഴിവുള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഇങ്ങനെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. തുറന്ന് പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഒന്നുകിൽ തുടക്കം മുതലേ നിങ്ങളെ ഭരിക്കാൻ വരുന്ന സ്പോട്ടിൽ പറയാം, ഞാനെന്തോ തെറ്റ് ചെയ്തു എന്ന് ചിന്തിച്ചുകൊണ്ട് കേട്ട് നിൽക്കാതെ അയാളുടെ സംസാരത്തിന് ഒരു വില കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തുടക്കം മുതലേ പുച്ഛിച്ച് കളയണം. നിങ്ങൾക്ക് സ്വന്തമായൊരു വായ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതും നിങ്ങളുടെ കൂടെയുള്ള ആൾ അറിയണം, കാണണം. അതിപ്പോൾ ഭരിക്കാൻ വരുന്ന ആൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പവർ നിങ്ങളവിടെ കാണിക്കണം. ഇനിയിപ്പോൾ സ്പോട്ടിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും മാറിയിരിക്കുന്ന സമയത്ത് പേഴ്സണലായിട്ട് നിങ്ങൾ അവരോട് പറയാം. എന്തായാലും അവരിങ്ങോട്ട് തരുന്ന അടിമത്തത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പൊളിഞ്ഞു എന്ന് തോന്നുമ്പോൾ അവർ വീണ്ടും അതേ ടോണിൽ വരാൻ നിൽക്കില്ല. തുടക്കം മുതലേ തുറന്ന് പറയും, സുഹൃത്തെ, ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്, ഈ ഒരു ഭരിക്കുന്ന ഒരു ടെൻഡൻസി ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഒരു ഭയം നിങ്ങളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടുവരും. ഞാൻ നിനക്ക് അങ്ങനെ ചെയ്തു തന്നില്ലേ, ഇങ്ങനെ ചെയ്തു തന്നില്ലേ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ. നിങ്ങൾക്കും തോന്നും യെസ്, അയാൾ എനിക്ക് എന്തൊക്കെയോ ചെയ്ത് തരുന്നുണ്ട്. ഈ ചിന്ത നിങ്ങളിലേക്ക് തന്ന് ഒരു ട്രാപ്പ് ഉണ്ടാക്കാൻ അയാൾ നോക്കും. ഇത്തരം ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഭയത്തിൻ്റെ ട്രാപ്പാണ് നിങ്ങൾ ശരിക്കും അവിടെ പിടിച്ച് നിർത്തുന്നത്. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോ അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്താണെങ്കിലും അതിന് വലിയ വില നിങ്ങൾ കൊടുക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഫാക്ടർ. സുഹൃത്തെ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ഞാൻ ഇതുകൊണ്ട് പെട്ടുപോയി എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊടുക്കരുത്. നിങ്ങളുടെ ലൈഫാണ് നമ്മളിവിടെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡം കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ ഈ ഫാക്ടേഴ്സിനൊന്നും ഭയക്കുന്നില്ല, ഞാൻ എവിടെ പ്രശ്നം കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കുന്ന ഒരാളാണ്,
ഇങ്ങനൊരു ക്യാരക്ടർ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിരന്തരം ഇയാൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ സൈലൻ്റ് ആവുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മെൻ്റലി ഓവറായിട്ട് ഹരാസ് ചെയ്യുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളോട് മാത്രമല്ലാതെ കുറച്ചും കൂടെ ഓപ്പണായിട്ട് നിങ്ങളുടെ ഫാമിലികളോടും കൂടെ ഇത് പറയുന്ന രീതിയിൽ നിങ്ങൾ മാറണം. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാനും കുറേ സഹിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അവരോട് ലിസണറായിട്ട് കൂടെ നിൽക്കാൻ പറയുക. അവരൊന്നും ചെയ്തു തന്നില്ലെങ്കിലും ഈ ലിസണിങ് തന്നെ നിങ്ങൾക്ക് അവിടെ വലിയൊരു ആശ്വാസമാണ്. ഇനിയിപ്പോൾ ആരും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെയിൽ അയയ്ക്കുക. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, എനിക്ക് നിങ്ങളെ അറിയില്ല. ഈ ഒരു സംസാരം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രഷറായി കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷനായിട്ട് മാറും. എനിക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് പ്രഷർ അവിടെ കുറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷന് വലിയൊരു റോളുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പറയുക, വീട്ടുകാരോട് തുറന്ന് പറയുക, പല കൗൺസിൽ ചെയ്യുന്ന ആളുകളടുത്ത് നിങ്ങൾക്ക് പോയി നോക്കാം. ആദ്യം ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളോട് ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. ഒരു ദിവസം പേഴ്സണലായിട്ട് ഇരുന്നിട്ട് ചോദിക്കാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടോ? നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ 3 പോയിൻ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ചെറിയൊരു സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. ഒരു കോഴിക്ക് അടവച്ചപ്പോൾ അതിലൊരു പരുന്തിൻ്റെ മുട്ട പെട്ടുപോയി. കോഴിക്ക് കുട്ടികളുണ്ടായപ്പോൾ പരുന്ത് വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലാവുകയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരാളല്ല. പരുന്ത് അവിടെ പറക്കാൻ നോക്കുന്നില്ലെങ്കിൽ അത് കോഴിയെ പോലെ തന്നെ ആയിപ്പോവും. പരുന്ത് ആരുടെയും സപ്പോർട്ടില്ലാതെ തന്നെ സർവ്വശക്തി എടുത്ത് പറന്ന് നോക്കുകയാണ്, ലാസ്റ്റ് അത് വിജയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ല എന്നുള്ള ആളുകളെ അല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സർക്കിളിൽ അവരെ പോലെ തന്നെ ജീവിക്കാതെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവിടെ കാണിച്ചു തുടങ്ങുക. ഞാനിങ്ങനെയാണ്, ഞാനൊരു പരുന്തിനെ പോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം, ഞാൻ ഒരു മുല്ലപ്പൂ പോലെ ചിലപ്പോൾ കുറച്ച് വാല്യൂ ഉള്ള ഒരു കാര്യമായിരിക്കാം. അതിൻ്റെ മാർക്കറ്റ് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്, അല്ലാതെ കോഴിയുടെ കൂടെ തന്നെ ജീവിക്കല്ല വേണ്ടത്. നിങ്ങളുടെ കൂടെയുള്ള ആളുകളെക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ഫ്രീക്വൻസികൾ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയണം. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന വില കുറയ്ക്കുക, ബന്ധം കുറയ്ക്കുക, കഴിയുന്നതും സൈലൻ്റ് ആവുക. സൈലൻസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് കിട്ടുന്ന വല്ലാത്തൊരു മറുപടിയാണ്. വിജയിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഞാനീ പറയുന്നത് എല്ലാ ആളുകളുടെയും കേസല്ല. വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുമുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടെ ഇടയിൽ ഈ കമ്മ്യൂണിക്കേഷൻ ബോണ്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒന്നാമത് അവർക്ക് ഈ ഒരു നാർസിസ്റ്റിക് സ്വഭാവം കുറച്ച് കുറവായിരിക്കും. രണ്ടാമത് അവർ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, എന്നെപ്പോലെ തന്നെ കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വൈഫ്, എൻ്റെ ഹസ്ബൻഡ്, ഇതുപോലുള്ള ചിന്തകൾ. അവിടെ ഭയപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യം അയാൾക്കോ അവൾക്കോ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരാളെടുത്ത് പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഭയത്തിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ മൂല്യം നിങ്ങളിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഴയ മൂല്യം നിങ്ങൾ കൂട്ടാനും നോക്കണം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാനും നോക്കണം. ഈ പുതിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിലേക്ക് പുസ്തക വായനകൾ, പഠനം, ബിസിനസ് പലതും വരാറുണ്ട്. എന്തായാലും ഒരാളങ്ങനെ ആയിപ്പോവാനുള്ള ചില കാരണങ്ങളുണ്ട്. പാരമ്പര്യപരമായിട്ട് അയാളങ്ങനെ ആയിപ്പോകുന്നതാണ്. ആ കാരണങ്ങളുടെ മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പുച്ഛത്തിൻ്റെ ആറ്റിറ്റ്യൂഡും സഹതാപത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാനാ അയാളങ്ങനെ ആയിപ്പോയി എന്ന് വെച്ച് ഞാനങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റേതായ ഫ്രീഡം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ ചിന്ത നിങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾക്കൊരു വില കൊടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. എന്തായാലും മറ്റുള്ള ആളുകൾ കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി സുഖമാണ് അല്ലേ? നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടും. നമുക്ക് സ്വയം മാറാം. നമ്മൾ മറ്റുള്ള ആളുകളെ മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു പ്രശ്നം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊട്ടൻഷ്യലും പവറുള്ള ഒരാളെ നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എല്ലാം തുറന്ന് സംസാരിക്കുന്ന, ആരെയും ഭയമില്ലാത്ത, പ്രശ്നങ്ങളോട് സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിർമ്മിച്ചെടുക്കുക. പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള കഴിവുള്ള ഓഡിയോ കോളുകളും വീഡിയോ രംഗങ്ങളും പകർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ നിർമ്മിക്കുക. നിയമങ്ങളും പോലീസുകളൊക്കെ എന്താണെന്ന് അറിയാനുള്ള കുറച്ചെങ്കിലും ഐഡിയാസ് കിട്ടുന്ന നോളജബിൾ ആയിട്ടുള്ള വീഡിയോകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക. കഴിയുന്നതും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒരു പുച്ഛത്തോടുകൂടെയുള്ള സമീപനം, ഒരു വിലയില്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനം ആൾക്ക് കൊടുക്കുന്നതായിരിക്കും ആൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടി. എതിരാളികളുടെ അതേ ഫ്രീക്വൻസിയിൽ ജീവിക്കാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ പോപ്പപ്പ് ആയിട്ട് വരും. ആവശ്യമുള്ളവർ അതും കൊടുന്ന് കണ്ടു നോക്കുക.
അതേപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളുകളുണ്ടാകും. അവരെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അതൊരു ഉപകാരമുള്ള കമൻറ്റായിട്ട് മാറും. നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിരുന്ന കുറച്ച് സൊല്യൂഷൻ, അത്രേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഉപകാരമുള്ളതാവട്ടെ. താങ്ക് യു.